ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കുഞ്ഞൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായിട്ടോ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് എല്ലാവരും മെസ്സേജൊക്കെ ഇട്ടിട്ട് ചോദിച്ചിരുന്നു, എന്താ ചേച്ചി ഇപ്പോൾ വീഡിയോ ഇടാത്ത, എന്താ മോളെ ഇടാത്ത എന്നൊക്കെ ചോദിച്ചിട്ട്. അതിന് കുറേ ദിവസമായല്ലോ വീഡിയോ ഒക്കെ കണ്ടിട്ട്, ഓണൊക്കെ എവിടം വരെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പം നമ്മൾ ചെറിയ ചെറിയ തിരക്കുകളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് ഓണം അടുപ്പിച്ചിട്ട് തന്നെ ധോനി ബേബിയുടെ ബർത്ത്ഡേ ഫങ്ഷന് ഒക്കെ എടുത്തു. നമ്മളത് അപ്ലോഡ് ചെയ്യാനൊന്നും വിട്ടുപോയിട്ടോ. അപ്പോൾ ധോനി ബേബിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോസാണ്. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും പനി പിടിച്ചിട്ടോ ബർത്ത്ഡേയോട് കൂടിയിട്ട്. അപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിലൊക്കെ എനിക്ക് ഒച്ചടഞ്ഞിട്ടൊക്കെ ഇപ്പോഴും അതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും മാറിയിട്ടൊന്നുമില്ല. അപ്പം അങ്ങനെ കുറച്ച് വലിയ എന്നാൽ അങ്ങനെയല്ല, ഒരു 250 പേരുടെയൊക്കെ ചെറിയ ഫങ്ഷനായിരുന്നു കേട്ടോ. അപ്പം എല്ലാം മംഗളകരമായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, നല്ല ഭംഗിയായിട്ട് നടന്നു കേട്ടോ. നമ്മൾ ആഗ്രഹിച്ച പോലെയൊക്കെ എല്ലാവരെയും വിളിച്ചു, സ്റ്റേജൊക്കെ സെറ്റ് ചെയ്തു. എന്നാൽ തന്നെ തലേ ദിവസം രാത്രി പുലരാൻ നേരത്താണ് കേട്ടോ സ്റ്റേജൊക്കെ സെറ്റ് ചെയ്തത്. അതുകൊണ്ട് കുറേയൊക്കെ ഇങ്ങനെ കാറ്റുമൊക്കെ പോയിട്ടൊക്കെ ബലൂണൊക്കെ വീർപ്പിച്ചതൊക്കെ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മുടെ ബന്ധുക്കളും നാട്ടുകാരും അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടും എൻ്റെ വീട്ടുകാരായിട്ടും അനിയത്തിമാർ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഫങ്ഷന്. അപ്പോൾ പിന്നെ നമ്മൾ ആദ്യം പിറന്നാൾ ദിവസം നാളിന് നമ്മൾ ഭക്ഷണമൊക്കെ വീട്ടിലുള്ളവരെ തന്നെ വിളിച്ച് നമ്മൾ ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മഴ ആയതുകൊണ്ട് സെപ്റ്റംബർ 5-ാം തീയതിയാണ് അവിടെ ഡേറ്റ് ഓഫ് ബർത്ത്. പക്ഷേ നമ്മുടെ അവൾക്ക് അന്നായിരുന്നു, നാള് കുറച്ച് മുന്നേയായിരുന്നു. പിന്നെ ഫംഗ്ഷൻ നടത്തിയത് 8-ാം തീയതി ആയിരുന്നു കേട്ടോ, സെപ്റ്റംബർ 8-ാം തീയതി. അപ്പോൾ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു. 2 ദിവസമൊക്കെ നല്ല വെയിലായിരുന്നു കേട്ടോ. നമ്മൾ നല്ല സന്തോഷമായി, ഈശ്വര ഇനി ആ ഫംഗ്ഷൻ തുടങ്ങണേൻ്റെ ആ സമയത്തൊക്കെ കണ്ടോ നല്ല വെയിലാണ്. അപ്പം എന്നാലും ഞങ്ങൾ എന്ത് വിചാരിച്ചു, ഇനി അഥവാ ഇനി മഴ പെയ്തെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പന്തൽ ഇടാൻ വന്നവരോട്, ഡെക്കറേഷൻകാരോട് അവരോട് പറഞ്ഞു ടാർപ്പായ മുകളിലിട്ടാൽ മതി. ഇനിയിപ്പോൾ അഥവാ മഴ പെയ്യാന്നുണ്ടെങ്കിലും നമുക്ക് ആർക്കും ഇനി ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ പന്തലിടണം എന്നൊക്കെ പറഞ്ഞു. തുണിപ്പന്തലാണെന്നുണ്ടെങ്കിൽ മഴ നനഞ്ഞ് അങ്ങനെ തൂങ്ങി നിൽക്കുമല്ലോ, ബുദ്ധിമുട്ടായിരിക്കും ആൾക്കാർക്കൊന്നും നിൽക്കാനും അതിനൊന്നും പറ്റില്ലല്ലോ. അപ്പം ഞങ്ങൾ ടാർപ്പായ ഇടാൻ പറഞ്ഞു. അതുകൊണ്ട് ആകെ എന്താ പറയുക, മൊത്തത്തിലൊരു നീല മഴയായിട്ടോ. അപ്പം അങ്ങനെ ഇതാ ധോനി ബേബിയുടെ കേക്കൊക്കെ മുറിക്കൽ കഴിഞ്ഞു. എല്ലാവരും കേട്ടോ ഇങ്ങനെ ഇതാ അവൾക്ക് കേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കേട്ടോ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവള് കേക്കൊന്നും കൊടുക്കുമ്പോൾ വായിൽ വെക്കുന്നില്ല. അവൾ ഇതെന്താണാവോ എല്ലാവരും ഇങ്ങനെ തോണ്ടിത്തരുന്നതെന്നൊക്കെ വിചാരിച്ചിട്ടേ ഇതാട്ടോ എൻ്റെ അമ്മയാണ്. അമ്മ ധോനി ബേബിക്ക് കേക്ക് കൊടുക്കുകയാണ്. പിന്നെ ഗിഫ്റ്റൊക്കെ അവർ വീട്ടുകാരായാലും പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും അവിടെ അന്ന് അവൻ്റെ കുറേ പേര് വന്ന ആ സമയത്ത് കേക്ക് മുറിക്കണ സമയത്ത് വന്നവരൊക്കെ അവിടെ നിന്ന് തന്നെ നമുക്ക് ഗിഫ്റ്റൊക്കെ എല്ലാവരും കൈമാറിയിട്ടോ. കാരണം പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കൊടുക്കാൻ തുടങ്ങിയ സമയത്ത് പിന്നെ കുറേ ആൾക്കാർ വന്നതൊക്കെ ഗിഫ്റ്റ് തന്നതൊക്കെയും പിന്നെ ആ ഫുഡ് കൊടുക്കേണ്ട സമയമായപ്പോഴത്തേനും നല്ല മഴ കേട്ടോ. മഴ എന്ന് പറഞ്ഞാലും പോരാ, പിടുത്തം വിട്ട മഴ. അപ്പം നമ്മൾ ആ പുതിയ വീട് കയറ്റിയിട്ടുണ്ട്, ഒന്നും ചെയ്തിട്ടില്ല, കുറേ കാലമായി കയറ്റിയിട്ടിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പം ആ വീടിൻ്റെ ഫ്രണ്ടിലും നമ്മൾ പന്തലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് പേർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടോ. എല്ലാം കൂടി ഇപ്പം നമ്മൾ ഈ മുറ്റത്ത് തികയൂല്ല. അപ്പോൾ ഞങ്ങളെന്ത് വിചാരിച്ചു, അപ്പുറത്തും കൂടി ഒരു ടാർപ്പായ കെട്ടിയിട്ട് അവിടെയും കുറച്ച് പേർക്ക് ഭക്ഷണം കൊടുക്കാമല്ലോ. അപ്പം അങ്ങനെ ഇതാ ഞങ്ങൾ ഭക്ഷണമൊക്കെ കൊടുക്കാം. കേക്കൊക്കെ മുറിച്ച് ആ സമയത്തൊക്കെ നല്ല വെയിൽ, പറഞ്ഞാൽ നല്ല വെയിൽ, പിടുത്തം വിട്ട വെയിലാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ച് സന്തോഷിച്ച് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സന്തോഷമായിട്ട് പിരിയാലോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആളുകളൊന്നുമില്ല. ഇപ്പോൾ ഏട്ടനെ സഹായിക്കാനാണെന്നുണ്ടെങ്കിലൊക്കെ ഏട്ടൻ തന്നെ വേണ്ടേ. അപ്പം ഞങ്ങളെന്ത് വിചാരിച്ചു എന്നാൽ വെയിലാണെങ്കിൽ നമുക്കൊരു സൗകര്യമാണ്, മഴയാണെങ്കിൽ ചളിപുളാൻ ആളുകൾക്ക് വരാനും പോകാനൊക്കെ സൗകര്യം. നമുക്ക് എപ്പോഴും മഴയില്ലാത്തൊരു ടൈമല്ലേ എന്തോ നമ്മൾ ആ സമയത്ത്. പക്ഷെ എന്നാലും കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ.
എല്ലാം കഴിഞ്ഞ് എല്ലാവരും കുറച്ച് വന്നവരൊക്കെ ഗിഫ്റ്റ് കൊടുക്കലും എല്ലാം ഗോൾഡായിട്ടും അതേപോലെ ഡ്രസ്സുകൾ അങ്ങനെയൊക്കെ ആയിട്ട് അതൊക്കെ കൊടുക്കൽ കഴിഞ്ഞ സമയത്ത് ഭക്ഷണത്തിന് ഇരുന്ന സമയത്ത് അങ്ങനെ നല്ല മഴയാണ്. പക്ഷെ എന്നാലും നമ്മൾ ടാർപ്പായ ഇട്ടുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല കേട്ടോ. പിന്നെ അങ്ങനെ എല്ലാവരും വന്നവരൊക്കെ അങ്ങനെ പെട്ടെന്ന് ഭക്ഷണമൊക്കെ കൊടുത്ത് വേഗം ഒഴിവാക്കി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12 മണിയൊക്കെ കഴിഞ്ഞ സമയത്താട്ടോ, 12 മണിയൊക്കെ ആയി, 12 കാലൊക്കെ ആയിട്ടോ കേക്ക് മുറിച്ചപ്പോഴത്തേന്. കാരണം കുറച്ച് വൈകി. അപ്പം എല്ലായിടത്തേക്കും പോകാനും വരാനൊക്കെ രാജേഷ് ചേട്ടൻ തന്നെ ഉള്ളതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട്. കാരണം നമുക്ക് വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് പോവാ അല്ലെങ്കിൽ എടുത്തിട്ട് പോവാന്നൊക്കെ പറയാൻ ഒരു ഹെൽപ്പ് ചെയ്യാൻ ഒരാളില്ലാത്തതുകൊണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏട്ടൻ തന്നെ എത്തണ്ടേ, പാവേട്ടൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരാഴ്ചയായിട്ട് ഏട്ടന് നിൽക്കാൻ ഓരോ കാര്യങ്ങളൊക്കെ അറേഞ്ച്മെന്റ് ചെയ്യാനും പെട്ടെന്നാണ് നമ്മൾ തീരുമാനിച്ചത് കേട്ടോ ഫംഗ്ഷനൊക്കെ വെക്കാന്ന്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള എന്താ പറയുക ഫൈനാൻസ് ഒന്നും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ റെഡിയായി വന്നപ്പോഴത്തേന് നമുക്ക് ഒരാഴ്ച ഗ്യാപ്പ്. കാരണം നമ്മൾ അടുത്ത ആഴ്ച ഓണായി. പിന്നെ ഞങ്ങൾക്ക് ഫാമിലിയിൽ തന്നെ അടുപ്പിച്ച് 2, 3 കല്യാണങ്ങൾ അങ്ങനെയൊക്കെ ആയി. പിന്നെ കുട്ടികൾക്ക് സ്കൂളില്ലാത്ത ദിവസം എക്സാം ഇല്ലാത്ത ദിവസമൊക്കെ നോക്കിയിട്ട് വേണമായിരുന്നു ഫംഗ്ഷൻ വെക്കാൻ. അപ്പം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഒരു 4-5 ദിവസം ഗ്യാപ്പിലാണ് എല്ലാ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ പോവാനും എല്ലാം റെഡിയാക്കാനും എല്ലാവരോടും സംസാരിക്കാനും ക്ഷണിക്കാനും എല്ലാം ഏട്ടൻ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ 2-3 ദിവസം വൈകിട്ടൊക്കെയാണ് ഏട്ടൻ കേട്ടോ നമ്മളെ നാട്ടിൽ തന്നെ അയൽവക്കത്തായാലും ഏട്ടൻ എല്ലാവരെയും പോയിട്ട് ക്ഷണിച്ചതൊക്കെ. എന്നിട്ട് തന്നെ നമ്മൾ കുറച്ച് പേരൊക്കെ ചിലപ്പോൾ വീട്ടിൽ പോകുമ്പോൾ ആൾക്കാരുണ്ടായില്ല, കുറേ പേരെ വിളിച്ചു പറഞ്ഞവർ ചിലപ്പോൾ ഫോൺ എടുക്കാത്തവർ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഏട്ടന് കുറച്ച് പേരൊക്കെ മിസ്സായിട്ടോ. ഒരു 2-3 വീടൊക്കെ അങ്ങനെ മിസ്സായി. അപ്പോൾ ചിലവരിങ്ങനെ അറിഞ്ഞപ്പോൾ വിഷമം പറയും എന്താ ഞങ്ങൾ ഏട്ടൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഏട്ടൻ ക്ഷണിക്കാൻ പോയ സമയത്ത് അവിടെ ആരും ഉണ്ടാവില്ല, ഫോൺ ചെയ്യുമ്പോൾ അവരെടുക്കില്ല. അങ്ങനെയൊക്കെ ആയിട്ട് 2-3 വീടൊക്കെ വിട്ടുപോയിട്ടോ. അപ്പം എന്തായാലും ഫംഗ്ഷനൊക്കെ നന്നായിട്ട് അടിപൊളി, എല്ലാവരും പറഞ്ഞു നന്നായിട്ടുണ്ട്, ഫുഡ് നന്നായി എന്നൊക്കെ എല്ലാവരും നല്ല അഭിപ്രായം കേട്ടോ പറഞ്ഞതൊക്കെ. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മൾ ക്ഷണിച്ചവർ നമ്മുടെ നാട്ടുകാരാണെങ്കിലും നമ്മുടെ സ്വന്തക്കാരാണെങ്കിലും ബന്ധുക്കാരാണെങ്കിലും വീട്ടുകാരായാലും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. അപ്പോൾ നമുക്ക് വളരെ സന്തോഷം പറഞ്ഞാൽ അങ്ങനെയല്ല, ഇത് നടത്താൻ പറ്റുമെന്നുള്ളത് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടേ അല്ല. ഏട്ടന് ഭയങ്കര വിഷമമായിരുന്നു. മോളുടെ വേറൊന്നും അങ്ങനെ ആഘോഷിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും ബർത്ത്ഡേ എന്തായാലും ഒന്ന് എല്ലാവരോടൊന്നും പറഞ്ഞ് ആഘോഷിച്ചിട്ട് നടത്തണം എന്നൊക്കെ ഏട്ടന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ഫൈനാൻസിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫംഗ്ഷൻ വെക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു അല്ല എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും നടത്തണം എന്നൊക്കെ ഏട്ടനൊരാഗ്രഹം. അപ്പം ശരി ഇനിയിപ്പോൾ ഏട്ടൻ്റെ ഒരു ആഗ്രഹമല്ലേ, ശരിയാ നമ്മൾ നടത്താം, എന്തെങ്കിലും ശരിയായി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിയായി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചു. എന്തോ ദൈവ സഹായം കൊണ്ട് നമുക്ക് ആ സമയത്തിന് എല്ലാം റെഡിയായി കിട്ടോ. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും എല്ലാം ഉണ്ടാവണം. അപ്പോൾ എല്ലാം മൊത്തത്തിലൊരു നീലമായ ആയിട്ടോ ടാർപ്പായിട്ടുണ്ട് പന്തലിൻ്റെ അവിടെ. അപ്പോൾ വലിയ എന്താ പറയുക ഇരുട്ട് പോലെ ഉണ്ടാവും, ക്ലാരിറ്റി കുറവായിരിക്കും കേട്ടോ. എല്ലാവരും അപ്പോൾ സപ്പോർട്ട് ചെയ്യണം, നമ്മുടെ ചാനൽ കാണണം, അതേപോലെ എല്ലാവരും ധ്വനി ബേബിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ പ്രാർത്ഥനയും എല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ബർത്ത്ഡേ വ്ലോഗ്.